പുതിയ പ്രൊമോയിൽ ബിഗ് ബോസിൻ്റെ എക്സ് കണ്ടസ്റ്റൻ്റായ റിയ സലീമിൻ്റെ മാസ് എൻട്രി കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാവാത്തത്, ഈ വരുന്ന ചാലഞ്ചേഴ്സ് എല്ലാം ഈ ലക്ഷ്മിയുടെ മേലെ മാത്രമേ കുതിര കയറുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ആദിലയും നൂറയും കുറിച്ച് ലക്ഷ്മി പറഞ്ഞ തികച്ചും തെറ്റ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും കൂടെ ഈ ഒരു അവരുടെ അഭിപ്രായം ലക്ഷ്മിയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അത് ലക്ഷ്മിയുടെ അഭിപ്രായമാണല്ലോ. പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇത് നോർമലൈസ് ചെയ്യുന്നതിനോടാണ് എനിക്ക് എതിർപ്പുള്ളത്, അവരെ സ്വീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു തെറ്റും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം ആയിരിക്കാം അവർക്ക്. അപ്പം അത് ഒരു തവണ പറഞ്ഞു, 2 തവണ എല്ലാവരും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെയും അത് വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പുതിയ ചാലഞ്ചറായ റിയ സലീം ഓരോന്നും ചോദിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ട് ലക്ഷ്മി തിരിച്ച് ഉത്തരം കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കട്ടെ. ഇത് നെഗറ്റീവ് ആയതെല്ലാം പോസിറ്റീവ് ആക്കാനുള്ള ഒരു പോക്കാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇപ്പം അഖിൽമാരാർ പറഞ്ഞ പോലെ ഗസ്റ്റ് ആണെന്ന് വിചാരിച്ച് ബി വീട്ടുകാർ അവരുടെ മുൻപിൽ താന്നുവാണെങ്കിൽ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി റിയ സലീമിന് ലക്ഷ്മി അല്ലാതെ മറ്റ് ടാർഗറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെന്നെ അറിയണം. എന്ത് തന്നെയായാലും ലൈവിൽ റിയ സലീം കയറിയിട്ടില്ല ബി ഹൗസിൽ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.